അപ്പോൾ ഈ സ്റ്റേജസ് ഓഫ് സ്പിരിച്വൽ ഗ്രോത്ത്, നമ്മുടെ ആത്മീയ വളർച്ചയുടെ ഘട്ടങ്ങൾ, സ്റ്റേജസ്, അതേക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോവുക. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താണ്? നല്ലൊരു ആത്മീയ വ്യക്തിയായിട്ട് മാറണമെന്നാണ്. നമ്മൾ വിശ്വാസികളായ നമ്മളെല്ലാവരും, നല്ല ശതമാനം ആൾക്കാരും ആഗ്രഹിക്കുന്നുണ്ട്, എനിക്ക് കുറച്ചുകൂടി ആത്മീയമായിട്ട് വളരണം എന്ന്. അവിടെ ആയിരിക്കുന്നിടത്തിരിക്കാനായിട്ട് നമുക്ക് ആർക്കും താല്പര്യമില്ല. എനിക്ക് കൂടുതൽ പ്രാർത്ഥിക്കണം, എനിക്ക് കൂടുതൽ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ആഴപ്പെടണം, എനിക്ക് കൂടുതൽ പുണ്യത്തിൽ വളരണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അപ്പോൾ ഈ ആഗ്രഹം നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ട്. ഈശോ പറയുന്നുണ്ട്, നമ്മൾ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയില്ലെന്ന്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 3-ാം വചനം പറയുകയാണ്, നമ്മൾ വീണ്ടും ജനിക്കണം. സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ വേണ്ടി തന്നെ നമ്മൾ വീണ്ടും ജനിക്കണം. അപ്പോൾ നമ്മൾ വീണ്ടും ജനിക്കണം. അപ്പോൾ ജനിച്ചൊരു കുഞ്ഞ് അവിടെ ജനിച്ചിട്ട് അതേപടി ഇരുന്ന് കഴിഞ്ഞാൽ കാര്യമില്ല. ആ കുഞ്ഞ് വളരണം. ആ കുഞ്ഞ് വളർച്ചയിലൂടെ കടന്നു പോകണം. പല ഘട്ടങ്ങളിലുണ്ട് വളർച്ചയുടെ. നമുക്കറിയാം, ഒരു കൊച്ചിനെ വളർത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അല്ലേ, കണ്ടിട്ടുള്ളവർക്കറിയാം. എ ചൈൽഡ് ഗോസ് ത്രൂ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ്. ദർസ് എ ബ്രാഞ്ച് ഓഫ് സൈക്കോളജി കോൾഡ് ഡെവലപ്മെൻറ്റ് സൈക്കോളജി. അങ്ങനെ പല ഘട്ടങ്ങളെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഇതാണ്. അപ്പം ഒരു കുഞ്ഞ് വളരണം എന്ന് പറഞ്ഞ പോലെ, ഞാൻ ആത്മാവിൽ ജനിച്ച ഞാനും വളരണമെങ്കിൽ എന്താണ് ഈ വളർച്ച? അത് ബന്ധത്തിലുള്ള വളർച്ചയാണ്. ഇറ്റ്സ് എ ഗ്രോത്ത് ഇൻ റിലേഷൻഷിപ്പ്. നമുക്കറിയാം, ഏത് ബന്ധം വളരണമെങ്കിലും ദർ ഇസ് വൺ തിങ് ദാറ്റ് ഈസ് നെസസറി ഫോർ ദ ഗ്രോത്ത് ഓഫ് എ റിലേഷൻഷിപ്പ്. അത് ദൈവമായിട്ടുള്ള ബന്ധമാണെങ്കിലും മനുഷ്യരായിട്ടുള്ള ബന്ധമാണെങ്കിലും ഒരു ബന്ധം വളരണമെങ്കിൽ എന്താണ് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഘടകം? ദാറ്റ് ഈസ് കമ്മ്യൂണിക്കേഷൻ. Constant communication will develop strong relationship. If I stop communicating, sometimes that relationship can be affected. Slowly it can fade away. So communication is an important aspect of relationship. Constant and heartfelt communication can build relationship. നമുക്കറിയാം, നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ വളർച്ച ഇങ്ങനെ തന്നെയാണ്. ദൈവമായിട്ടുള്ള എൻ്റെ ബന്ധത്തിലുള്ള വളർച്ച, I need to have a constant communication. അതാണ് നമ്മൾ പ്രാർത്ഥന എന്ന് പറയുക. അപ്പം നമ്മൾ ഇന്ന് ഈ തിരുനാളിനുള്ളവർക്കുമായിട്ടുള്ള ഈ ചിന്തകൾ പങ്കുവയ്ക്കുമ്പോൾ സെൻറ്റ് തെരേസ ഓഫ് ആവിലയുടെ കാഴ്ചപ്പാടിലൂടെ കടന്നു പോകാൻ ആഗ്രഹിക്കുക. നമുക്കറിയാം, 7 മാൻഷൻസ് ദി ഇൻറ്റീരിയർ കാസിൽ എന്ന് പറയുന്നൊരു ബുക്കുണ്ട്. വായിക്കാൻ, ഇറ്റ്സ് എ ക്ലാസിക്. ഇത് വായിക്കുകയാണെങ്കിൽ ദാറ്റ്സ് എ ഗ്രേറ്റ് ഇൻസൈറ്റ് ഇൻ ടു ഹൂ യു ആർ ആൻഡ് വാട്ട് യു ആർ കോൾഡ് ടു ബി. നമ്മളെന്താകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു വലിയ ഇൻസൈറ്റ്, സ്വന്തം അനുഭവത്തിൽ നിന്ന് സെൻറ്റ് തെരേസ പങ്കുവയ്ക്കുന്ന ഇതാണത്. അതിനകത്ത് റെഫർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, 3 സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ് ഓർ സ്പിരിച്വൽ ഗ്രോത്ത്. 3 സ്റ്റേജസിലൂടെ നമ്മൾ കടന്നു പോകും. അത് ഒന്ന് തുടക്കക്കാരുടെ സ്റ്റേജാണ്, ബിഗിനേഴ്സ് സ്റ്റേജ്. ബിഗിനേഴ്സ് സ്റ്റേജ് ഈസ് കോൾഡ് ദ പെർഗറ്റീവ് സ്റ്റേജ്. ബിഗിനേഴ്സ് സ്റ്റേജ് നമ്മളെല്ലാവരും ഒരു പക്ഷേ ഇങ്ങനെ അവിടെ തന്നെ ഇരിക്കുകയാണ് ഇപ്പോഴും. നമ്മൾക്ക് കുറേ പ്രായമൊക്കെ ആയെങ്കിലും നമ്മളിപ്പോഴും പലപ്പോഴും ബിഗിനേഴ്സ് സ്റ്റേജാണ്. എന്താണ് ബിഗിനേഴ്സ് സ്റ്റേജ്? നമ്മൾ അതേക്കുറിച്ച് കാണാം. 2ാമത്തെ സ്റ്റേജാണ് പ്രൊവിഷ്യൻറ്റ്, ദ സ്റ്റേജ് ഓഫ് ദ പ്രൊവിഷൻ. ദാറ്റ് ഈസ് കോൾഡ് ഇലുമിനേറ്റീവ് സ്റ്റേജ്. 3ാമത്തെ ആണ് ദ സ്റ്റേജ് ഓഫ് ദ പെർഫെക്റ്റ്. സോ അങ്ങനെ 3 സ്റ്റേജാണ്. 1 ദ സ്റ്റേജ് ഓഫ് ദ ബിഗിനേഴ്സ്, 2 ദ സ്റ്റേജ് ഓഫ് ദ പ്രൊവിഷ്യൻറ്റ്, 3 ദ സ്റ്റേജ് ഓഫ് ദ പെർഫെക്റ്റ്. എന്താണ് ദ സ്റ്റേജ് ഓഫ് ദ ബിഗിനേഴ്സ്? ദ പെർഗറ്റീവ് സ്റ്റേജ് എന്നാണ് അതിന് പറയാം. പെർഗറ്റീവ് സ്റ്റേജസ്. പെർഗറ്റോറി ഈ ശുദ്ധീകരണ സ്ഥലം അല്ലേ, ശുദ്ധീകരണത്തിൻ്റെ സമയമാണ് ഈ പെർഗറ്റീവ് സ്റ്റേജ്. ടു പേർജ്, ശുദ്ധീകരിക്കുക, ക്ലീൻ. നമ്മൾ ശുദ്ധിയാക്കുന്ന, ശരീരമോ മനസ്സിനെയൊക്കെ ശുദ്ധിയാക്കുന്ന പ്രക്രിയയെ നമ്മൾ പെർഗേഷൻ എന്ന് പറയും, പെർഗറ്റീവ് വേ. സോ ഇവിടെ മലിനം ഒക്കെ മാറ്റി ശുദ്ധീകരിച്ച് മലിനമൊക്കെ നിർമ്മാർജ്ജനം ചെയ്ത് കുറ്റമൊക്കെ ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് കടന്നു വരുന്ന ഈ അവസ്ഥയാണ് പെർഗറ്റീവ് സ്റ്റേജ്, ദ ഫസ്റ്റ് സ്റ്റേജ്, ദ ബിഗിനർ സ്റ്റേജ്. അപ്പം ഇറ്റ്സ് മൂവിങ് അവേ ഫ്രം എ സ്റ്റേറ്റ് ഓഫ് സിൻ. പാപത്തിൽ ജീവിച്ചിരുന്ന ഞാൻ ഇതെനിക്ക് വലിയ ഗുണം ചെയ്യലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ പാപത്തെ വെടിഞ്ഞ്, പാപത്തിൽ നിന്ന് മാറി, ആ പാപമൊക്കെ ഏറ്റുപറഞ്ഞ് ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് പുണ്യത്തിൽ ജീവിക്കാനുള്ള ആഗ്രഹത്തോടു കൂടി കടന്നു വരുന്ന ഒരവസ്ഥയാണ്. ഇറ്റ്സ് എ മൊമെൻ്റ് ഓഫ് കൺവേർഷൻ. ഇന്ന് നമ്മൾ പത്രോസിൻ്റെയും പൗലോസിൻ്റെയും തിരുനാൾ ആഘോഷിക്കുമ്പോൾ 1ാമത്തെ വായനയിൽ നമ്മൾ പൗലോസ്ലിഹയുടെ ലേഖനത്തിൽ നിന്ന് കേട്ടു, ഹൗ ഹി എക്സ്പീരിയൻസ് ദ കൺവേർഷൻ അറ്റ് ഡമാസ്കസ്
when Jesus met him on the way. എല്ലാ വ്യക്തിയുടെയും ജീവിതത്തിൽ there's a moment of conversion. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുള്ളൊരു കാര്യമാണ് there's a moment of conversion. നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല എന്ന സത്യം നമ്മൾ അംഗീകരിക്കണം. None of us is perfect in this world. All of us need this conversion at some point. ഞാൻ കടന്നു പോയിട്ടുണ്ട്, ഒരുപക്ഷെ ഞാൻ ഇനിയും കടന്നു പോകും, നിങ്ങൾ കടന്നു പോയിട്ടുണ്ടായിരിക്കാം. ദിസ് ഹാസ് ടു ഹാപ്പൻ. ആ കൺവേർഷൻ ഒറ്റ മൊമെൻറ്റ് കഴിയുന്നതല്ല. ദർ ആർ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് കൺവേർഷൻ. അപ്പം ഇത് ആദ്യത്തെ ഈ സ്റ്റേജ് പുൾഗറ്റീവ് കൺവേർഷൻ്റെ സ്റ്റേജാണ്. ഈ കൺവേർഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വന്തം നേട്ടമല്ല, ദൈവം തരുന്നതാണ് ഈ കൺവേർഷൻ. ഇറ്റ്സ് എ ഗിഫ്റ്റ് ഓഫ് കൺവേർഷൻ ഈസ് കമ്മിങ് ഫ്രം ഗാഡ്. ദൈവമാണ് എനിക്ക് കൺവേർഷനും തരുന്നത്. മാനസാന്തരം എന്ന് പറയുന്നത് മനസ്സിൻ്റെ അന്തരമാണ്, അത് ദൈവത്തിൻ്റെ ദാനമാണ്. നിങ്ങളൊരു പക്ഷേ വായിച്ചിട്ടുണ്ടായിരിക്കും ഒരു പഴയ നോവല് ദ ഹൗണ്ട് ഓഫ് ഹെവൻ. ദ ഹൗണ്ട് ഓഫ് ഹെവൻ, ഫ്രാൻസിസ് തോംസൺ, 19th സെഞ്ച്വറി എന്ന് വിചാരിക്കുന്നു, വെരി ഓൾഡാണ്. ഞാൻ ചെറുപ്പത്തിൽ സെമിനാരി പഠിക്കുന്ന കാലത്ത് ഞാൻ വായിച്ചിട്ടുണ്ട്. ദ ഹൗണ്ട് ഓഫ് ഹെവൻ, അതിൻ്റെ അകത്ത് പറയുന്നത് ദ സോൾ കനോട്ട് എസ്കേപ്പ് ഫ്രം ഗാഡ്. ഗാഡ് ഈസ് പെർസ്യൂവിങ് ദി സോൾ. എവിടെ പോയാലും ദൈവം നമ്മളെ പിന്തുടർന്നുകൊണ്ടിരിക്കുക. നമുക്കറിയാം സ്വർഗത്തിലെ വേട്ടപ്പട്ടി എന്നാണ് അതിൻ്റെ പേര്. ഒരു വേട്ടപ്പട്ടി വേട്ടക്കാരൻ കൊണ്ടുവന്ന് കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെയൊക്കെ നാട് മലബാറിലൊക്കെ ആദിവാസികളുണ്ട്. ആദിവാസികൾ സാധാരണ വേട്ടയ്ക്ക് ഇപ്പോഴല്ല, പണ്ടൊക്കെ വേട്ടയ്ക്ക് പോകുമ്പോൾ അവരുടെ കൂടെ വേട്ട നായ്ക്കളുണ്ടായിരിക്കും. ഈ നായ്ക്കൾ അവരൊരു അമ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇരയെ പോയി ഫെച്ച് ചെയ്തുകൊണ്ട് വരുന്ന നായ്ക്കളാണ്. ഇവർ പുറകെ കൊണ്ട ആവശ്യമില്ല, ഇതിന് ട്രെയിനിങ് ഉണ്ട്. ഈ നായ്ക്കൾ പിടിക്കണമെന്ന് പറഞ്ഞാൽ അന്നേരം ചാടി പിടിക്കും. നമ്മളെ പിടിക്കാൻ പറഞ്ഞാലും പിടിക്കും. അതുകൊണ്ട് ഇച്ചിരി സൂക്ഷിച്ചാൽ നമ്മൾ അതിൻ്റെ അടുത്ത് പോകാനാണ്. അപ്പോൾ ഈ വേട്ടപ്പട്ടി, സ്വർഗത്തിലെ വേട്ടപ്പട്ടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പാപത്തിന് ഇരയായിട്ടുള്ളവരെ അന്വേഷിച്ച് ഇറങ്ങുന്ന ഒരു ഹൗണ്ട്, വേട്ടപ്പട്ടി. സ്നേഹത്തോടു കൂടി പിന്നെ ഓടുന്ന വേട്ടപ്പട്ടി. അപ്പോൾ അതാണ് കൺവേർഷൻ എന്ന് പറഞ്ഞാൽ ദൈവം തരുന്ന ദാനമാണ്. ഗാഡ് ഗീവ്സ് ദിസ് ഗിഫ്റ്റ് ഓഫ് കൺവേർഷൻ. ആൻഡ് ഈ സ്റ്റേജിലുള്ളവർ അത്ര മോശക്കാരൊന്നുമല്ല. ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ പറഞ്ഞു, they take their spiritual life seriously. ഇതിനപ്പുറത്തുള്ളവരുണ്ട്, ഇതിനെക്കുറിച്ച് ചിന്തിക്കാത്തവരുണ്ട്. പക്ഷേ നമ്മൾ ആദ്യത്തെ സ്റ്റേജാണെങ്കിൽ തന്നെ അത്ര മോശമുള്ള കേസല്ല. ബിക്കോസ് വി ടേക്ക് അവർ സ്പിരിച്വൽ ലൈഫ് സീരിയസ്ലി. ദാറ്റ്സ് വൈ വി വാണ്ട് ചേഞ്ച്. നമുക്ക് സ്ട്രോങ് ഡിസയർ ഉണ്ട്. ഈ ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്ന് മാറണം എന്ന് നമുക്ക് ഒരു ആഗ്രഹമുണ്ട്. ഈ ആഗ്രഹം ദൈവത്തിൻ്റെ ദാനമാണ്. ഒരുപാട് സ്ട്രഗിൾസ് ഈ സമയത്ത് നമ്മൾ കടന്നു പോകുന്നുണ്ട്. ഒരുപാട് പ്രതിസന്ധികളിലൂടെ നമ്മൾ കടന്നു പോകും. വി വാണ്ട് കീപ്പ് അവേ ഫ്രം സിൻ ആൻഡ് സിൻഫുൾ സർക്കംസ്റ്റാൻസസ് അറ്റ് ദിസ് ടൈം. നമുക്ക് പാപം വേണ്ട, പാപത്തിൻ്റെ സാഹചര്യങ്ങൾ ഉപേക്ഷിച്ചു, പാപങ്ങൾ ഏറ്റുപറഞ്ഞു. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വി ആർ ഇൻ എ കോൺസ്റ്റൻറ്റ് വാർഫെയർ. നമ്മൾ പാപം വേണ്ടെന്ന് വെച്ചാലും പാപത്തിലേക്ക് പോകാനുള്ള ഒരു വലിയ എന്നാ പറയുക, ഒരു സാധ്യത നമുക്കുണ്ട്. എനിക്ക് പാപം ഒന്നും വേണ്ട, പാപത്തിൻ്റെ സുഖങ്ങൾ വേണ്ട, എനിക്ക് നന്നായിട്ട് ജീവിക്കണമെന്നൊക്കെ ഞാൻ തീരുമാനിച്ചാലും ചില സമയത്ത് ഐ പ്രിഫർ സിൻ ടു ഗാഡ്. ഞാൻ ദൈവത്തെ തിരഞ്ഞെടുക്കുന്നതിന് പകരം ഞാൻ പാപത്തെ തിരഞ്ഞെടുക്കാൻ സാധ്യതയുണ്ട്. കാരണം ഈ പാപം വളരെ അട്രാക്റ്റീവാണ്. ഇറ്റ് ഗീവ്സ് മീ പ്ലഷർ, ഇറ്റ് ഗീവ്സ് മീ സാറ്റിസ്ഫാക്ഷൻ ടു ദ സെൻസസ്. അതുകൊണ്ട് ഈ സെൻഷ്വൽ പ്ലഷേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് വീണു പോകാനുള്ള സാധ്യതയുണ്ട്. സോ ഇൻ ദ സ്റ്റേജ്, ഈ ഒന്നാമത്തെ സ്റ്റേജിൽ നമുക്ക് വി ഹാവ് എ സ്ട്രോങ് ഡിസയർ ടു ബി ഹോളി. അറ്റ് ദ സെയിം ടൈം വി സ്ട്രഗിൾ എ ലോട്ട് ടു ബി ഹോളി. നന്നാകണമെന്ന് ആഗ്രഹമുണ്ട്, ആഗ്രഹിക്കുന്ന പോലെ ചെയ്യാനായിട്ട് നമുക്ക് കഴിയുന്നില്ലാത്ത ഒരവസ്ഥ. വി ആർ ഗവേൺഡ് ബൈ പാഷൻ, വി ആർ ഗവേൺഡ് ബൈ സംടൈംസ് സെൻഷ്വാലിറ്റി, ആങ്കർ, ജലസി, ആൻഡ് ദർ ഇസ് എ ഗ്രേറ്റ് നീഡ് ടു പ്യൂരിഫൈ അവർ സെൽസ്. എങ്ങനെയാണ് ഈ പ്യൂരിഫിക്കേഷൻ നടക്കുക? ഹൗ ടു പ്യൂരിഫൈ? നമുക്കറിയാം, നമ്മൾ പാപത്തിൽ ജീവിച്ചിട്ടുണ്ട്, പാപത്തിൻ്റെ മേഖലകളിലൂടെ നടന്നിട്ടുണ്ട്. പക്ഷേ ഇതിൽ നമുക്ക് മോചനം വേണം, ഇതിൽ നമ്മൾ ശുദ്ധീകരിക്കപ്പെടണം. പെർഗേറ്റീവ് സ്റ്റേജ്, ശുദ്ധീകരണത്തിൻ്റെ സമയം. എങ്ങനെയാണ് ശുദ്ധീകരിക്കപ്പെടുക? ഹൗ ക്യാൻ ഐ ബി പ്യൂരിഫൈഡ് ഫ്രം മൈ സിൻഫുൾ പാസ്റ്റ്? അതിനാണ് വി ഹാവ് ദ സാക്രമെൻ്റ് ഓഫ് പെനൻസ്, സാക്രമെൻ്റ് ഓഫ് കൺസീലിയേഷൻ. കുമ്പസാരം എന്ന കൂദാശ നമുക്കുണ്ട്. ഈ കുമ്പസാരത്തിലൂടെ നമുക്ക് ശുദ്ധീകരിക്കപ്പെടാം. At the same time also I can do penance for my sin as a reparation for my sin. എൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് എനിക്ക് പ്രായശ്ചിത്തം ചെയ്യാനായിട്ട് സാധിക്കും. I can do certain mortifications in my life also by leading a life of prayer. അപ്പോൾ എങ്ങനെയാണ് ഞാൻ പ്യൂരിഫൈ ചെയ്യപ്പെടുന്നത്? കൂദാശ സ്വീകരിച്ചുകൊണ്ട്, കുമ്പസാരം എന്ന കൂദാശയിലൂടെ, അതുപോലെ മറ്റു കൂദാശകളും
വിശുദ്ധിയോടെ സ്വീകരിക്കുമ്പോൾ വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവൻ വിശുദ്ധനാകുമെന്ന് പറയാം അല്ലേ. സോ വെൻ ഐ അപ്രോച്ച് ദ സാക്രമെൻറ്റ്സ് വിത്ത് സാങ്ക്ടിറ്റി ഐ ആം സാങ്ക്ടിഫൈഡ്. ഞാൻ കൂദാശകളെ എല്ലാം സ്വീകരിക്കുന്നു, കുർബാനയിൽ പങ്കെടുക്കുന്നു, ഞാൻ വിശദീകരിക്കപ്പെടുക, പ്രാർത്ഥിക്കുന്നു, വിശദീകരിക്കപ്പെടുന്നു. അറ്റ് ദ സെയിം ടൈം ഓൾസോ ഡു പെനൻസ്, മോട്ടിഫിക്കേഷൻ. ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ കൂടുതൽ എൻ്റെ ആത്മീയതയെ വളരുകയാണ്. സോ ദേ ടെൻഡ് ടു ഗ്രോ ഇൻ 2 ഏരിയാസ്. 2 മേഖലകളിലാണ് ഈ സമയത്ത് ഇവർ വളർച്ച നേടുന്നത്. എന്തൊക്കെയാണെന്നറിയോ 2 മേഖലകൾ? ഒന്ന് സെൽഫ് നോളജ്, സെൽഫ് അവെയർനെസ്. സെൽഫ് അവെയർനെസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് മുഴുവൻ നമുക്ക് പറയേണ്ടതുണ്ട്. വി നീഡ് ടു, സോക്രട്ടീസ് പറഞ്ഞു, നോ ദൈ സെൽഫ്, എ ലൈഫ് ദാറ്റ് ഈസ് അൺറിഫ്ലക്റ്റഡ് ഈസ് നോട്ട് വർത്ത് ലിവിങ് എന്നാണ് സോക്രട്ടീസ് പറയുന്നത്. അപ്പം ഐ നീഡ് ടു നോ മൈ സെൽഫ്, ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് ജേർണി ഇൻ ലൈഫ്. ഈ ലോകത്തിൽ ബാക്കിയെല്ലാം അറിയാൻ നമുക്ക് ഈസ് മച്ച് ഈസിയർ ടു നോ അതർ തിങ്സ്. പക്ഷേ എന്നെ തന്നെ അറിയാനാണ് എനിക്ക് ഏറ്റവും വിഷമം. എനിക്ക് മറ്റുള്ളവരെ അറിയാൻ കുറച്ചുകൂടെ എളുപ്പമാണ്, എനിക്ക് ബാക്കി കാര്യങ്ങളൊക്കെ പഠിക്കാൻ എളുപ്പം. പക്ഷേ ടു നോ മൈ സെൽഫ് ഈസ് ദ മോസ്റ്റ് ചലഞ്ചിങ് എക്സ്പീരിയൻസ് ഇൻ വൺസ് ലൈഫ്. സോ ഇവിടെ ഈ ഫസ്റ്റ് സ്റ്റേജിൽ ആദ്യത്തെ സംഭവം ഇതാണ്, ഐ നീഡ് ടു നോ മൈ സെൽഫ്. ഐ ഗ്രോ ഇൻ സെൽഫ് നോളജ്. എന്നെക്കുറിച്ച് ഞാൻ അറിയുന്നു. എന്താണ് ഞാൻ അറിയുന്നത്? എൻ്റെ ലിമിറ്റേഷൻ, എൻ്റെ ഡിഫെക്ട്സ്, എൻ്റെ വീക്ക്നെസ് ഒക്കെ ഞാൻ കൂടുതൽ മനസ്സിലാക്കുകയാണ് ഈ സ്റ്റേജിൽ. ഹു ആം ഐ, മൈ ബേസ്നെസ്. ആൻഡ് സെക്കൻഡ് തിങ് ഐ നോ ഈസ് നോളജ് ഓഫ് ഗോഡ്. Knowledge of God, God's goodness. My baseness and God's goodness. The contrast is here. ഞാൻ എന്നെക്കുറിച്ച് അവബോധമുള്ളവനായി മാറുന്നു. അറ്റ് ദ സെയിം ടൈം ഐ ബിക്കം അവെയർ ഓഫ് ദ ഗുഡ്നെസ് ഓഫ് ഗാഡ്. ദൈവം ആരാണ്? ദി ഇമെൻസിറ്റി ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ മഹത്വം എന്താണ് ഞാൻ അറിയുക. ഐ ഗെറ്റ് എ ഗ്ലിംസ് ഓഫ് ദ ഗ്ലോറി ഓഫ് ഗാഡ് ഇവിടെ. അപ്പോൾ എൻ്റെ പാപത്തിൽ നിന്ന് ഞാൻ പിന്തിരിയുന്നു. പാപത്തെ വെടിയാനായിട്ടുള്ള വലിയ ആഗ്രഹം എനിക്കുണ്ടാകുന്നു. ദൈവത്തിലേക്ക് അടുക്കാനുള്ള ആഗ്രഹം വരുന്നു. ഈ ആഗ്രഹത്തോടു കൂടി, എനിക്ക് ശുദ്ധീകരിക്കപ്പെടാനുള്ള ആഗ്രഹത്തോടു കൂടി എൻ്റെ പാപങ്ങൾ ഞാൻ ഏറ്റുപറഞ്ഞ് സമർപ്പിച്ച് ഞാൻ വിശുദ്ധീകരിക്കപ്പെടുന്നു. അറ്റ് ദ സെയിം ടൈം ഐ എം റെഡി ടു ഡു സം ഫാസ്റ്റിംഗ് ആൻഡ് ഡൂയിങ് പെനൻസ് ആൻഡ് ഡൂയിങ് റിപ്പറേഷൻ ഫോർ സിൻസ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഗ്രോ ഇൻ പ്രയർ ലൈഫ്. കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ ബന്ധം വളരുകയാൽ നമ്മൾ പറഞ്ഞു. കമ്മ്യൂണിക്കേഷനാണ് പ്രയർ. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദൈവമായിട്ടുള്ള സ്നേഹബന്ധമാണ്. ഇറ്റ്സ് എ കമ്മ്യൂണിക്കേഷൻ വിത്ത് ഗാഡ്. ദൈവസ്നേഹത്തിലുള്ള മനുഷ്യൻ്റെ മറുപടിയാണ് പ്രാർത്ഥന. നമ്മൾ പണ്ട് റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട് ധ്യാനത്തിൻ്റെ സമയത്ത്. ദൈവസ്നേഹത്തിനുള്ള മനുഷ്യൻ്റെ മറുപടിയാണ് പ്രാർത്ഥന. പ്രയർ ഈസ് ഹ്യൂമൻ റെസ്പോൺസ് ടു ഗാഡ്സ് ലവ്. ദൈവം എന്നെ സ്നേഹിക്കുമ്പോൾ ഞാൻ അറിയാണ്ട് എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നൊരു പ്രതികരണമാണ് പ്രാർത്ഥന. സോ വെൻ ഐ പ്രേ ഐ എക്സ്പീരിയൻസ് സാങ്ക്ടിഫിക്കേഷൻ. അതുപോലെ തന്നെ നമ്മൾ ദൈവത്തെ ഈ പ്രകൃതിയിലും കാണാനായിട്ട് നമ്മൾ സാധിക്കുന്നു. മറ്റ് കാര്യങ്ങളിൽ ദൈവത്തെ കാണാൻ സാധിക്കുന്നു. ദൈവത്തിലേക്ക് എത്താൻ സാധിക്കും. ഉദാഹരണത്തിന് ഇപ്പം ചന്ദ്രനെ കാണുന്ന ഒരാൾ ഒരു പക്ഷേ പരിശുദ്ധ അമ്മയെക്കുറിച്ച് ചിന്തിക്കും. എന്തുകൊണ്ടാണ്? ചന്ദ്രൻ സൂര്യൻ്റെ പ്രകാശത്തെ പ്രതിഫലിപ്പിക്കുന്ന പോലെ പരിശുദ്ധ അമ്മ ഈശോയുടെ ആ പ്രകാശത്തെ പ്രതിഫലിപ്പിക്കുകയാണ് ഈ ലോകത്തിൽ. The moon reflects the rays of the sun. In the same way, the Holy Mother is reflecting the rays of God, rays of her Son. അപ്പോൾ ഇങ്ങനെ നമ്മൾ ആഴപ്പെടുകയാണ് ആത്മീയതയിൽ. വലിയ വലിയ ബോധ്യങ്ങൾ നമ്മൾ നേടുകയാണ്. ഇങ്ങനെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ കാണുമ്പോഴും നമുക്ക് വലിയ ഇൻസൈറ്റ് ഉണ്ടാകുക. ദാറ്റ്സ് കോൾഡ് വിസ്ഡം. വി ഗ്രോ ഇൻ വിസ്ഡം. ദൈവിക ജ്ഞാനത്തിൽ നമ്മൾ വളരുകയാണ് ഈ സമയത്ത്. സോ വാട്ട് വി നീഡ് ടു ഡു അറ്റ് ദിസ് ടൈം, വി നീഡ് ടു പ്രേ മോർ ആൻഡ് we need to pray more frequently and we need to pray more fervently. ഒത്തിരി തീഷ്ണതയോടെ പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അതിന് നമ്മൾ തയ്യാറാകണം. എന്താണ് അപ്പോൾ കിട്ടുന്ന ഗുണം? ഇത് ഫസ്റ്റ് സ്റ്റേജാണ് ഇപ്പോൾ പറയുന്നത്. ഈ ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ പാപത്തെ വെടിഞ്ഞു, വിശുദ്ധീകരിക്കപ്പെട്ടു. ഇനി നമ്മൾ പുണ്യത്തിൽ വളരാനായിട്ട് നമ്മൾ പ്രാർത്ഥനയിൽ വളരുന്നു. അപ്പോൾ എന്താണ് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗുണം? there should be a reward, then only we will do that. പറഞ്ഞിട്ടുണ്ട് നേരത്തെ ഞാൻ. only the behavior that is rewarded will be repeated. എനിക്കൊരു ഗുണമില്ലാത്ത കാര്യം ഞാൻ ഐ സ്റ്റോപ്പ് ഡൂയിങ് ബിക്കോസ് വാട്ട് ഇസ് പോയിൻറ്റ്. അപ്പോൾ എനിക്ക് ചെയ്യുന്നത് കൊണ്ട് ഗുണമുണ്ട്. എന്താണ് ഗുണം? ദേ റിസീവ് സെൻസിബിൾ കൺസലേഷൻ. പ്രാർത്ഥിക്കാനായിട്ട് വന്നിരിക്കുമ്പോൾ ദേ ഫീൽ ഗുഡ്. നമുക്കൊക്കെ തോന്നാറില്ലേ ചിലപ്പോൾ? നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് വന്നിരിക്കുമ്പോൾ നമുക്ക് വി ഫീൽ സോ നൈസ് ആൻഡ് ബ്യൂട്ടിഫുൾ. നമ്മൾ കുറേ ദിവസം പള്ളിയിൽ വരാതിരുന്നിട്ട് പള്ളിയിൽ വരാൻ സാധിക്കുമ്പോഴത്തേക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. വി ഫീൽ സോ മച്ച് ഓഫ് കൺസലേഷൻ. ഭയങ്കര ഒരു സുഖം, ഒരു സന്തോഷം, ഒരു ആത്മീയ ആനന്ദം, നിർവൃതി എന്നൊക്കെ പറയുന്നത് ഈ അവസ്ഥ നമുക്ക് കിട്ടുക. അതാണ് റിവാർഡ്. ഇത് കിട്ടുമ്പോഴത്തേക്കും വി ആർ ഹാപ്പി, ദെൻ വിൽ കണ്ടിന്യൂ. സോ ആരാണിത് തരുന്നത്? ദൈവം തരുന്നതാണ് ഈ കൺസോളേഷൻ.
ഈ ആത്മീയ നിർവൃതി എന്ന് പറയുന്നത് ദൈവം തരുന്ന ദാനമാണ്. ഗോഡ് ഗീവ്സ് അസ് ദിസ്. എന്തുകൊണ്ടാണ് ദൈവം തരുന്നത്? ബിക്കോസ് ഗോഡ് ഈസ് സ്മാർട്ട്. നമ്മളെക്കാളും സ്മാർട്ടാണ് ദൈവം. ദൈവത്തിനറിയാം ഇത് ഈ നിർവൃതി കൊടുത്തു കഴിഞ്ഞാൽ, ഈ ആത്മീയ ഈ കൺസോളേഷൻ കൊടുത്തു കഴിഞ്ഞാൽ, ഐ വിൽ യൂസ് മൈ സെൻസസ് ഫോർ സീക്കിംഗ് ഹിം, നോട്ട് സംതിങ് എൽസ്. എനിക്ക് മറ്റൊന്നിനും കിട്ടാത്തൊരു സന്തോഷം ദൈവത്തിൽ കണ്ടെത്താനായിട്ട് എനിക്ക് സാധിക്കുമ്പോൾ ഞാൻ ദൈവത്തിലേക്ക് വരും. എനിക്ക് ദൈവത്തിൽ കാണാൻ സാധിക്കാറുമ്പോഴാണ് ഞാൻ മറ്റുള്ളതിലേക്ക് പോകുന്നത്. സോ ഐ നീഡ് ടു ഫൈൻഡ് ദിസ് കൺസോളേഷൻ ഇൻ ഗാഡ് ആൻഡ് ഗാഡ് ഗീവ്സ് മീ ദിസ് കൺസോളേഷൻ. അപ്പോൾ ഞാൻ ഭയങ്കര സന്തോഷമായി. എനിക്ക് ഞാൻ പ്രാർത്ഥനയിൽ വളർന്നു വരുന്നു. പാപമൊന്നും ചെയ്യാനായിട്ട് എനിക്ക് താല്പര്യമില്ല. പാപത്തെയൊക്കെ വെറുക്കുന്നു. ഇടയ്ക്ക് പരീക്ഷണമൊക്കെ ഉണ്ടെങ്കിലും ഞാൻ അതിനൊക്കെ അതിജീവിക്കുന്നു. ഞാൻ കൂടുതൽ മോട്ടിഫിക്കേഷൻ ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു. എന്ന് ചെയ്യാൻ ഇങ്ങനെ കൂടുതൽ ദൈവജ്ഞാനത്തിൽ വളരുന്നു, ദൈവസ്നേഹത്തിൽ വളരുന്നു, ദൈവ ഭക്തിയിൽ വളരുന്നു. ഇങ്ങനെയൊക്കെ വളർന്നു വരുന്നു ഞാൻ. അപ്പോൾ എനിക്ക് ഐ ഫീൽ ഗുഡ്. ഞാൻ നന്നായിട്ട് ജീവിക്കുന്നു, ആത്മീയമായിട്ട് വളരുന്നു. ഇപ്പോൾ ദ ഡേഞ്ചർ എന്താണെന്നറിയാവോ? ദ ഡേഞ്ചർ ഹിയർ ഈസ് കംപ്ലൈസൻസി. കംപ്ലൈസൻസി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നമ്മൾ എന്നാ പറയുക, ഒരു ഭയങ്കരമായിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻ നമ്മുടെ ഉള്ളിലങ്ങ് വരിക, കംപ്ലൈസൻസി വരിക. ഈ നമ്മുടെ ഫോക്കസ് മാറും. ഇപ്പോൾ നമ്മുടെ ഫോക്കസ് ദൈവത്തിൽ നിന്ന് മാറിയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ കൺസോളേഷനിലേക്ക് തിരിയുക. ദിസ് ഈസ് എ ഡേഞ്ചർ. സോ ഐ എം വെരി ഹാപ്പി വിത്ത് വാട്ട് ഐ എം ഗെറ്റിംഗ്. എനിക്ക് എൻ്റെ ബർത്ത്ഡേക്ക് കുറേ സമ്മാനങ്ങൾ എല്ലാവരും കൂടെ തന്നു. എൻ്റെ വീട്ടിൽ വെച്ച് ബർത്ത്ഡേ ആഘോഷം കുറേ സമ്മാനം കിട്ടി. ഈ സമ്മാനങ്ങളെല്ലാം കൂടെ ഞാൻ മേടിച്ച് കൊണ്ടുപോയി ഒരിടത്ത് വെച്ചു. അന്നേരം ഭയങ്കര തിരക്കല്ലേ, നോക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നു ഇതാര് തന്ന സമ്മാനമാണ്. പിന്നെ ഞാൻ മറന്നു. സമ്മാനത്തെ ഫോക്കസ് ചെയ്യുക. ഐ എം ഫോക്കസിങ് ഓൺ ദ ഗിഫ്റ്റ്, നോട്ട് ഓൺ ദ ഗിവർ. എനിക്ക് കിട്ടിയ ആ സാധനത്തെ ഞാൻ നോക്കിയിരിക്കുകയാണ്. എനിക്ക് തന്നതാരാന്നോ തന്ന ആളെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് എനിക്ക് സമയമില്ല. ദാറ്റ്സ് വാട്ട് ഹാപ്പൻസ് സംടൈംസ്. നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ഈ സമ്മാനം കിട്ടുന്നു, ഈ കൺസോളേഷൻ കിട്ടുന്നു, കംഫർട്ട് കിട്ടുന്നു, സുഖം കിട്ടുന്നു, ആത്മീയ നിർവൃതി കിട്ടുന്നു. ഞാൻ ഇതിലാണ് എൻ്റെ ഫോക്കസ് ഇപ്പം, നോട്ട് ഓൺ ഗാഡ് ഹു ഗീവ്സ് ദിസ് വൺ. ദിസ് ഈസ് ദ ഡേഞ്ചർ. അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെ ഞാൻ കടന്നു പോവുകയാണ്. അപ്പം അറ്റ് ടൈംസ് വി ഫോക്കസ് മിയർലി ഓൺ ദ ഗിഫ്റ്റ്, നോട്ട് ഓൺ ദ ഗിവർ. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും അവർ ലോഡ് ഇസ് എ ജലസ് ഗാഡ് എന്ന് പറയാറുണ്ട്. എ ഗാഡ് വിൽ ചലഞ്ചസ് അഗെയിൻ. ഇവിടെ നമുക്ക് ഒരപകടം ഇതാണ് കംപ്ലൈസൻസി. മറ്റൊരു അപകടം നമുക്ക് പ്രൈഡ് കയറാം. വി ക്യാൻ ഹാവ് സ്പിരിച്വൽ പ്രൈഡ്. ഞാൻ ബെറ്ററാണ് മറ്റുള്ളവരെക്കാളും, ഐ എം ഡൂയിങ് ഗ്രേറ്റ്. അത് ആത്മീയമായിട്ടുള്ളൊരു ഒരു ഒരു വലിയ പ്രൈഡ് നമ്മളിൽ ഉടലെടുക്കാം. ഐ എം എ പ്രേയിങ് പേഴ്സൺ, പ്രേയർഫുൾ പേഴ്സൺ. ഞാൻ അവരെക്കാളും കൂടുതൽ പ്രാർത്ഥിക്കുന്നു, എനിക്ക് കൂടുതൽ സ്പിരിച്വൽ ഗിഫ്റ്റ്സ് ഉണ്ട്, എനിക്ക് കൂടുതൽ ദാനങ്ങൾ ദൈവം തന്നിട്ടുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളൊക്കെ ഉണ്ട്. സോ ഐ ക്യാൻ ഗെറ്റ് ഇൻ ടു എ മോഡ് ഓഫ് ലൈഫ് ഓഫ് പ്രൈഡ്. ഇത് സെക്കൻഡ് ഡേഞ്ചർ ആണ്. ഇത് ഇസ് മോർ ദാൻ കൺസോളേഷൻ. ആൻഡ് ബിഗിൻ ടു തിങ്ക് ദാറ്റ് ഐ എം ദ മാസ്റ്റർ ഓഫ് ഫെയ്ത്ത് ആൻഡ് ഐ ഹാവ് സ്ട്രോങ് ഫെയ്ത്ത്, ഐ നോ എവറിഥിങ്, ഐ ക്യാൻ ഹാൻഡിൽ തിങ്സ്. ഇങ്ങനത്തെ ഈ അവസ്ഥയിൽ എന്താ സംഭവിക്കുന്നത്? ഓൾ ദ 7 ക്യാപിറ്റൽ സിൻസ് വിൽ എൻ്റർ ഇൻ ടു മൈ ലൈഫ്. ഈ മൂലപാപങ്ങളെല്ലാം എൻ്റെ ജീവിതത്തിലേക്ക് വേറെ രൂപത്തിൽ വരും. നേരത്തെ എനിക്ക് അഹങ്കാരം, എനിക്കുള്ള സാധനങ്ങളെക്കുറിച്ചുള്ള എൻ്റെ അഹങ്കാരമായിരുന്നു, എൻ്റെ നേട്ടങ്ങളെക്കുറിച്ചുള്ള അഹങ്കാരമായിരുന്നെങ്കിൽ ഇപ്പോൾ എൻ്റെ അഹങ്കാരം സ്പിരിച്വൽ പ്രൈഡ്. നേരത്തെ ഞാൻ ദേഷ്യപ്പെടുന്ന ആളായിരുന്നു, ഇപ്പം എനിക്ക് ദേഷ്യമൊന്നുമില്ല ആരോടും. പക്ഷേ ഇപ്പം ഞാൻ ദേഷ്യപ്പെടും, നീ പ്രാർത്ഥിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ ദേഷ്യപ്പെടും. യു ആർ നോട്ട് പ്രേയിങ് ഇനഫ്. സോ ദിസ് എ കൈൻഡ് ഓഫ് സ്പിരിച്വലൈസ്ഡ് വേർഷൻ ഓഫ് ദ കാർഡിനൽ സിൻസ്. നമ്മുടെ മൂലപാപങ്ങളുടെ മറ്റൊരു ഫോമാണിത്. അത് വേറെ രൂപത്തിൽ നമ്മളിലേക്ക് വരിക. സോ ഐ എം ഗെറ്റിംഗ് ആംഗ്രി വിത്ത് സംബഡി ബിക്കോസ് യു ആർ നോട്ട് പ്രേയിങ്. ഐ എം നോട്ട് സപ്പോസ് ടു. ദാറ്റ് ഈസ് നോട്ട് ദ വേ ഗോഡ് വാണ്ട്സ് us ടു ഗ്രോ ഇൻ സ്പിരിച്വൽ ലൈഫ്. അപ്പം ദ വേൾഡ്ലി പ്രൈഡ് മാറിയിട്ട് സ്പിരിച്വൽ പ്രൈഡ് കയറി, വേൾഡ്ലി ആങ്കർ മാറിയിട്ട് സ്പിരിച്വൽ ആങ്കറായി. അപ്പോൾ സംഗതി നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോവുക. നൗ ഗോഡ് ഹാസ് ടു ടാക്കിൾ ദിസ് പ്രോബ്ലം. ഈ പ്രശ്നം ദൈവം പരിഹരിക്കണം, ദൈവം പരിഹരിക്കും. അതിനെന്താ സംഭവിക്കുന്നറിയോ? ഹീ ബ്രിങ്സ് ഇൻ എ വാലി, ഒരു താഴ്വരയിലേക്ക് വരുത്തും. ഇതിപ്പം ഈ 3 സ്റ്റേജസ് നമ്മൾ പറഞ്ഞു. 3 സ്റ്റേജസ് ഒരു അച്ഛൻ വിശദീകരിക്കുന്നത് എങ്ങനെയാണ്? 3 സ്റ്റേജസ്. ഒന്നാമത്തെ സ്റ്റേജ്, രണ്ടാമത്തെ സ്റ്റേജ്, മൂന്നാമത്തെ സ്റ്റേജ്. നമ്മുടെ 3 ഈ ഫിംഗേഴ്സിനെ എടുക്കുകയാണെങ്കിൽ 3 സ്റ്റേജ് ആയി കൂട്ടാം. ഇത് ബിഗിനേഴ്സ്, പ്രൊഫിഷ്യൻറ്റ് ആൻഡ് ദ പെർഫെക്റ്റ്. 3. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പുണ്ട്, താഴേക്ക് പോകുന്നു, ഇടയ്ക്ക് താഴേക്ക് പോകും. നമ്മുടെ ഈ ബൈപ്പോളർ ഡിസോർഡർ പോലെയാണ്. ബൈപ്പോളർ ഡിസോർഡർ അറിയാവും, മുകളിലോട്ട് പോകും. മാനിക് സ്റ്റേജ്, ഭയങ്കര എലവേറ്റർ മൂഡ്, ബോഡി നടന്നെല്ലാം പറയും, ഭയങ്കര സംസാരം.
ഇടയ്ക്ക് ഇച്ചിരി താഴോട്ട് വരും, പിന്നെ ബൂം എന്ന് പറഞ്ഞ് താഴോട്ട് പോകും, ഡിപ്രഷൻ, പിന്നെ ഒരു ശക്തിയില്ല, അനങ്ങാൻ മേല. സോ ഗോയിങ് അപ്പ് ആൻഡ് ഡൗൺ, ദാറ്റ്സ് ബൈപോളാർ എന്ന് പറഞ്ഞ പോലെ ഇവിടെ സ്പിരിച്വലി നമ്മളിങ്ങനെ മുകളിൽ കയറി നിൽക്കുന്നു, ഇങ്ങനെ വലിയ നിൽപ്പ് വയ്ക്കുമ്പോൾ താഴോട്ട് ഒറ്റപിടിയിൽ വിടും ദൈവം, ഈ വാലിയിലേക്ക് പോകും. ഇവിടെ കിടന്ന് പിന്നെ നമ്മൾ കഷ്ടപ്പാടാണ്. ഇവിടെ എന്താണ്? ഇറ്റ്സ് എ പാസീവ് പ്യൂരിഫിക്കേഷൻ സ്റ്റേജ് എന്നാണ് പറയുന്നത്. ദിസ് ഈസ് എ പാസീവ് പ്യൂരിഫിക്കേഷൻ സ്റ്റേജ്. ഇച്ചിരി കട്ടിയുള്ള കാര്യമാണ് പറയുന്നത്, അതുകൊണ്ട് ശ്രദ്ധിച്ചിരുന്ന് കേൾക്കണം കേട്ടോ. ബോറടിക്കാതെ ശ്രദ്ധിച്ചിരുന്ന് കേട്ടാൽ ഇത് വലിയ ആത്മീയതയുടെ ആഴങ്ങളാണ്, വലിയ കാര്യങ്ങളാണിത്, നമുക്ക് ഒരുപാട് ഗുണം ചെയ്യാവുന്നതാണ്. സോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മളെങ്ങനെ നമ്മുടെ ആത്മീയതയിൽ വളരാമെന്നാണ്. അപ്പോൾ അതിൻ്റെ 3 സ്റ്റേജസിൻ്റെ ആദ്യത്തെ സ്റ്റേജിനെക്കുറിച്ച് പറയുന്നത്, ആദ്യത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ പാപത്തെ വെടിഞ്ഞിട്ടുള്ള ജീവിതമാണ്. പാപത്തെ വെടിഞ്ഞ് പുണ്യത്തിലേക്ക് വളരാനുള്ള ആഗ്രഹമുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പാപങ്ങൾ ഏറ്റുപറയുന്നു, കുമ്പസാരിക്കുന്നു, റിപ്പറേഷൻ ചെയ്യുന്നു, പെനൻസ് ചെയ്യുന്നു, മോട്ടിഫിക്കേഷൻ നടത്തുന്നു. ആ സമയത്ത് നമുക്ക് സെൽഫ് നോളജ് ഉണ്ടാകുന്നു, സെൽഫ് അവെയർനെസ് ഉണ്ടാകുന്നു. എൻ്റെ ലോലിനെസ്, മൈ ബേസ്നെസ് ആൻഡ് ഗോഡ്സ് ഗുഡ്നെസ്, ദൈവത്തിൻ്റെ മഹത്വവും എൻ്റെ കുറവും ഞാൻ മനസ്സിലാക്കുന്നു. എന്നിട്ട് ഞാൻ ദൈവിക ഭക്തിയിൽ വളരുന്നു, പ്രാർത്ഥനയിൽ വളരുന്നു. പ്രാർത്ഥനയിൽ വളരുമ്പോൾ എനിക്ക് കിട്ടുന്ന റിവാർഡാണ് കൺസലേഷൻ. കൺസലേഷൻ കിട്ടുമ്പോൾ ഞാൻ ചിലപ്പം തെറ്റിദ്ധരിച്ച് കൺസലേഷനിലേക്ക് എൻ്റെ ഫോക്കസ് മാറുന്നു. അവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും ഞാൻ മൊത്തത്തിൽ ഐ എം ഔട്ട്. അപ്പം എൻ്റെ അഹങ്കാരം കയറുന്നു. അവിടെ ദൈവം എന്നെ കറക്റ്റ് ചെയ്യുന്ന മാർഗ്ഗമാണ് ഐ എം ഗെറ്റിംഗ് എ കൈൻഡ് ഓഫ് വാലി, എ ഡാർക്ക് നൈറ്റ് ഓഫ് ദ സെൻസസ് എന്ന് പറയുന്നതിന്. ദ ഡാർക്ക് നൈറ്റ് ഓഫ് ദ സെൻസസ്, ദ ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ കേട്ടിട്ടുണ്ടോ? യാ, ഈ രണ്ടാമത്തെ വാരിയാണ് ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ. ദ ഫസ്റ്റ് വൺ ഈസ് ഡാർക്ക് നൈറ്റ് ഓഫ് ദ സെൻസസ്. സോ ഹിയർ ദി എക്സ്റ്റേണൽ സെൻസസ്, നമുക്ക് 2 സെൻസസ് ഉണ്ട് അല്ലേ? എക്സ്റ്റേണൽ സെൻസസ് ഉണ്ട്, ഇൻറ്റേർണൽ സെൻസസ് ഉണ്ട്. എന്താണ് നമ്മുടെ എക്സ്റ്റേണൽ സെൻസസ്? വി ഹാവ് കണ്ടു കാണാം, നമുക്ക് കേൾക്കാം, നമുക്ക് രുചിയുണ്ട്, സ്പർശിക്കാം, മണമുണ്ട്. സോ ദ സീയിങ്, ഹിയറിങ്, ടേസ്റ്റിംഗ്, ടച്ചിങ്, ഓൾ സ്മെല്ലിങ്, ഓൾ ദീസ് ആർ എക്സ്റ്റേണൽ സെൻസസ് ആണ്. അറ്റ് ദ സെയിം ടൈം നമുക്കുള്ള മറ്റൊരു ഫാക്കൽറ്റിയാണ് ഇൻറ്റേർണൽ സെൻസസ്. എന്തൊക്കെയാണെന്നറിയോ? അവർ ഇൻ്റലക്റ്റ്, അവർ മെമ്മറി ആൻഡ് വിൽ. ഇവിടെ നമുക്ക് ഇമാജിനേഷനുണ്ട്, മെമ്മറി ഉണ്ട്, റീസണിങ് ഉണ്ട്. ഓക്കെ, സോ ഇവിടെ 2 സ്ഥലത്തും നമ്മൾ ഈ ഡാർക്ക്നെസ് അനുഭവപ്പെടുകയാണ്. ഡാർക്ക് നൈറ്റ് ഓഫ് സെൻസസ് മീൻസ് ദർ ഈസ് എറിഡിറ്റി ഓർ ഡാർക്ക്നെസ്. ഡോണ്ട് ഫീൽ ലൈക്ക് ഐ എം ക്ലോസ് ടു ഗോഡ്. ഞാൻ ദൈവത്തിൽ നിന്നൊരു അകൽച്ച എനിക്ക് തോന്നുക. നേരത്തെ ഞാൻ ഭയങ്കരമായിട്ട് ആസ്വദിച്ചുകൊണ്ടിരുന്നതാണ് ആ വാട്ട് യു കോൾ ദ ക്ലോസ്നെസ് വിത്ത് ഗാഡ്. പ്രാർത്ഥിക്കുമ്പോൾ ഭയങ്കര സുഖമായിരുന്നു, വലിയ ആനന്ദമായിരുന്നു. പക്ഷേ ഇപ്പോൾ ആനന്ദമൊക്കെ അങ്ങോട്ട് പോയിട്ട് എനിക്കൊരു അകൽച്ച തോന്നുക. ഐ ഡോണ്ട് ഫീൽ ലൈക്ക് പ്രേയിങ്. പ്രാർത്ഥിച്ചിട്ട് ഒരു ഡ്രൈനെസ് ആണ്, ഒന്നും കൊണ്ട് സുഖമില്ല. എന്തിനു വേണ്ടിയിട്ടാണ് ദൈവം ഈ അവസ്ഥ എനിക്ക് തരുന്നത്? ഇറ്റ്സ് എ പ്യൂരിഫിക്കേഷൻ സ്റ്റേജ്. ദൈവനെ പ്യൂരിഫൈ ചെയ്യുന്ന ഒരു മാർഗ്ഗമാണ് ഇത്, ഈ ഡാർക്ക് നൈറ്റ് എന്നുകൊണ്ട്. സോ ഇപ്പോൾ എനിക്ക് മെഡിറ്റേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. നേരത്തെ എനിക്ക് ബൈബിൾ എടുത്ത് വായിച്ച് നന്നായിട്ട് ധ്യാനിക്കാമായിരുന്നു. ഇപ്പോൾ എനിക്ക് ധ്യാനിക്കാനും പറ്റുന്നില്ല, വായിക്കാനും പറ്റുന്നില്ല, ഫോക്കസ് ചെയ്യാനും പറ്റുന്നില്ല. ഇങ്ങനെയുള്ള സമയത്ത് ഞാൻ അവസാനം, എന്നാലും എൻ്റെ ആഗ്രഹം ഉള്ളിലുണ്ട്, എനിക്ക് ദൈവത്തോട് അടുക്കണമെന്നും കൂടുതൽ ദൈവത്തെ സ്നേഹിക്കണമെന്നും ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്ക് പറ്റുന്നില്ല. ഇങ്ങനെയുള്ളപ്പോൾ ഞാൻ വന്ന് ദൈവത്തിന് മുമ്പ് ചുമ്മാ ഇരിക്കുക. സിംപിളി ഐ കം ആൻഡ് സിറ്റ് ഇൻ ഹിസ് പ്രസൻസ്. ദിസ് എ പാസീവ് പ്യൂരിഫിക്കേഷൻ. അവിടെ ഞാൻ ചുമ്മാ ഇരിക്കുക, വെറുതെ ഒരു കൊച്ചു കുട്ടിയെപ്പോലെ വന്നിരിക്കുമ്പോൾ ദൈവം എന്നെ വീണ്ടും സഹായിക്കും. ഐ ഡോണ്ട് ഹാവ് ടു മെഡിറ്റേറ്റ്. എനിക്ക് വലിയ പ്രാർത്ഥനയൊന്നും ചെല്ലണമെന്ന് ആവശ്യമില്ല, വലിയ ബുക്കൊന്നും വായിക്കണമെന്നില്ല. വെറുതെ വന്ന് ഒരു കൊച്ചു കുട്ടിയെപ്പോലെ ദൈവത്തിൻ്റെ സന്നിധി ഞാൻ ഇരിക്കുമ്പോൾ ദൈവം എന്നെ വീണ്ടും സഹായിക്കും, വീണ്ടും എന്നെ പിടിച്ചു ഉയർത്തും, അടുത്ത ലെവലിലേക്ക് എത്തിക്കും. സോ ഗാഡ് വിൽ ടേക്ക് മീ ടു നെക്സ്റ്റ് ലെവൽ. പക്ഷേ അതിനു മുമ്പ് ഞാൻ പല പരീക്ഷണങ്ങളും അതിജീവിക്കേണ്ടതായിട്ടുണ്ട്. ഐ ഹാവ് ടു ഗോ ത്രൂ ലോട്ട് ഓഫ് നമ്മുടെ സമയം പോകുന്നുണ്ടല്ലേ, ഐ ഹാവ് ടു ഗോ ത്രൂ ലോട്ട് ഓഫ് സ്ട്രഗിൾസ് അറ്റ് ദിസ് ടൈം. ടെംപ്റ്റേഷൻ എഗൻസ്റ്റ് ഫെയ്ത്ത്, ടെംപ്റ്റേഷൻ എഗൻസ്റ്റ് ഹോപ്പ്, ടെംപ്റ്റേഷൻ എഗൻസ്റ്റ് ചാരിറ്റി. നമ്മുടെ വിശ്വാസത്തിനും പ്രത്യാശയ്ക്കും ഉപമയ്ക്കും എതിരായിട്ടുള്ള പല പരീക്ഷണങ്ങളിലൂടെ നമ്മൾ കടന്നു പോകും. നമ്മൾ ഇത് ഭയങ്കര സഫറിങ്ങാണ്. ദൈവത്തെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് സ്നേഹിക്കാൻ പറ്റാതെ വരുന്നത് വലിയ സഫറിങ്ങാണ്. സോ ഹൗ ലോങ് ഇറ്റ് ക്യാൻ ലാസ്റ്റ്, ദർ ഇസ് നോ സ്കെഡ്യൂൾ ഫോർ ദാറ്റ്. ഡിപ്പെൻഡ്സ് ഓൺ ഗാഡ്സ് വിൽ, ദ പെർമിസിവ് വിൽ ഓഫ് ഗാഡ്. ദൈവം അനുവദിക്കുന്നിടത്തോളം കാലം നമ്മൾ ഇതിലൂടെ കടന്നു പോകും. എത്ര ദിവസമാണെന്നോ മാസമാണെന്നോ ഒന്നും എനിക്ക് കണക്കില്ല. ഇറ്റ് ക്യാൻ ബി എനി ലെങ്ത് ഓഫ് ടൈം. മദർ തെരേസ അനുഭവിച്ചിട്ടുണ്ട്, സെൻറ്റ് തെരേസ ഫാവില, സെയിൻറ്റ് ഫസ്റ്റീന, Father Pio, all the saints have experienced these dark stages. They have gone through the stages. Very tangibly, visibly they have experienced it.
ഇപ്പോൾ എന്തേരെയാണ് ദൈവം കൊടുക്കുന്നത് ഈ ഡാർക്ക്നെസ്, ഈ ഇത് ഓരോ വ്യക്തിക്കും എടുക്കാവുന്നതേ കൊടുക്കുകയുള്ളൂ. ഗോഡ് ഗീവ്സ് ഓൺലി വാട്ട് വി ക്യാൻ, പ്രൊപ്പോർഷൻ ടു ദ ഗ്രേസ് ഗിവൺ. ദ സിവിയറിറ്റി ഓഫ് ദ ട്രയൽസ് വിൽ ബി ഇൻ പ്രൊപ്പോർഷൻ ടു ദ ഗ്രേസ് ഗിവൺ ടു ദ പേഴ്സൺ. എനിക്ക് കൂടുതൽ കൃപ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്ക് കൂടുതലായിട്ടുള്ള ഒരു വാല്യൂ ഞാൻ കിടക്കേണ്ടി വരും. പക്ഷേ എന്നെ കൈവിടുകയല്ല ദൈവം, എന്നെ ഉയർത്തും വീണ്ടും. എന്തിനു വേണ്ടിയിട്ടാണ് ഇത് തരുന്നത്? എന്നെ വീണ്ടും വളർത്താൻ വേണ്ടിയിട്ടാണ്. He has to take me to the next level. That's why he is giving me these trials. So I will go through this trial. ഇത് ഇച്ചിരി ഭേദപ്പെട്ട ട്രയലാണ്. ഞാൻ അടുത്ത ട്രയൽ ഇതിലും വലിയ കട്ടിയുള്ളതാണ് വരുന്നത്. ഓക്കെ, സോ ഹിയർ ഞാൻ ഇവിടെ ഒരു അപകടമുണ്ട്. വാട്ട്സ് ദ ഡേഞ്ചർ ഹിയർ? യു നോ, the danger is that when I go through such experience, I can lose faith. I can give up. ഇതെന്നതാ, എല്ലാം കഴിഞ്ഞ് ഞാൻ ഇട്ടേച്ച് പോവാം. പലരും ഇട്ടേച്ച് പോയിട്ടുണ്ട്. ഈ ഡാർക്ക് നൈറ്റിൻ്റെ സമയം വരുമ്പോൾ പലരും റിലീജിയസ് ലൈഫ് ഉപയോഗിച്ചിട്ടുണ്ട്, പ്രീസ്റ്റ്ഹുഡ് ഉപയോഗിച്ചിട്ടുണ്ട്, ആത്മീയ ജീവിതം വിട്ടിട്ട് പോയിട്ടുണ്ട്. എന്താ സംഭവിക്കുന്ന അറിയത്തില്ല, ഒരർത്ഥമില്ല ജീവിതത്തിന്. ഇതെന്തൊരു പ്രാർത്ഥിക്കുമ്പോൾ സുഖമില്ല, പിന്നെ എന്തിനെങ്ങനെ ജീവിക്കണം? ഇട്ടേച്ച് പോവുക, എറിഞ്ഞിച്ച് പോവുക, വിതൗട്ട് റിയലൈസിങ് വാട്ട് ഈസ് ഗോയിങ് ത്രൂ ഇൻ ദെയർ ലൈഫ്. ഇത് ദൈവം അവരെ വളർത്തുന്ന അവസരമാണെന്ന് മനസ്സിലാക്കാതെ കൊണ്ട് ഇതാണ് ഇനി ജീവിതം മുഴുവനും എന്ന് വിചാരിച്ചുകൊണ്ട് ഇട്ടെറിഞ്ഞിച്ച് പോകുന്ന വ്യക്തികളുണ്ട്. So we need to understand what we go through at this time. So we should not lose hope, should not lose heart. Temptation against faith, hope and charity is to be survived. ഇനി ഇത് ദൈവം ഈ ഗ്രൗണ്ടൊക്കെ കിളച്ചിളക്കി നന്നാക്കി വേണ്ടത്തൊക്കെ എടുത്ത് കളഞ്ഞ് അടുത്ത ലെവലിലേക്ക് ദൈവം എത്തിക്കുകയാണ്. ഇല്ലുമിനേറ്റീവ് സ്റ്റേജ് ഓഫ് ദ പ്രൊവിഷൻഡ്. ഈ സ്റ്റേജിൽ എന്താണ് ഞാൻ ഐ ആം ഗോയിങ് ടു മേക്ക് ഇറ്റ് ബ്രീഫ്. ഇറ്റ്സ് ഓൾറെഡി വിറ്റ് ഇൻ ടൈം. ഇല്ലുമിനേറ്റഡ് സ്റ്റേജ് എന്താ സംഭവിക്കുന്നത്? ഇത് ലൈറ്റിൻ്റെ സമയം, ഇല്ലുമിനേഷൻ. ദൈവം തൻ്റെ പ്രകാശം എന്നിലേക്ക് പരത്തുന്ന സമയമാണ്. ഈശോയെക്കുറിച്ച് ഞാൻ ധ്യാനിക്കുന്നു. ജീസസ് ഈസ് ദ ലൈറ്റ് ഓഫ് ദ വേൾഡ് ആൻഡ് ദാറ്റ് ലൈറ്റ് ഈസ് പെനട്രേറ്റിംഗ് ഇൻ മീ. എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നു, ആ പ്രകാശം എന്നെ നിറയുന്നു. ഞാൻ ദൈവത്തിൻ്റെ മഹത്വം കാണുന്ന സമയമാണിത്. സോ ഇറ്റ്സ് എ ലൈഫ് ഓഫ് പ്രെയർ. ഐ ഫീൽ സോ മച്ച് സ്ട്രെങ്തൻഡ് വിത്ത് ഹിസ് presence. My sole desire is to imitate my king, imitate the Lord. ദൈവത്തെ എനിക്ക് അനുകരിക്കണം, അവനെ എനിക്ക് സ്നേഹിക്കണം. അത് ഞാൻ ഐ ഫോക്കസ് ഓൺ ദ യൂക്കറിസ്റ്റ്, ഐ റിഫ്ലക്റ്റ് ഓൺ ദ മിസ്റ്ററി ഓഫ് ദ റിസറക്ഷൻ, ദ ഇൻകാർണേഷൻ. ഇതൊക്കെ ഞാൻ ഇങ്ങനെ ധ്യാനിച്ച് ഞാൻ ആസ്വദിക്കുകയാണ്. ഞാൻ ആസ്വദിക്കുകയാണ് ഈ വിവരങ്ങൾ. ഓക്കെ, ഇത് റോമക്കാർക്കുള്ള ലേഖനം 11-ാം അധ്യായം 33-ാം വചനം. ആ എക്സ്പ്രഷനാണ്. ദൈവത്തിൻ്റെ സമ്പത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും ആഴം, അവിടുത്തെ വിധികളിൽ എത്ര ദുർന്യായം, അവിടുത്തെ മാർഗങ്ങൾ എത്ര ദുർഗ്രഹം. എന്തെന്നാൽ ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞതാര്, അവിടുത്തേക്ക് ഉപദേഷ്ടാവായതാര്, തിരിച്ചു കിട്ടാനായി അവിടുത്തേക്ക് ദാനം കൊടുക്കുന്നവനാര്. എന്തെന്നാൽ എല്ലാം അവിടുന്ന് നിന്ന്, അവിടുന്ന് വഴി അവിടുത്തേക്ക് എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ, ആമേൻ. ഇതാണ് ഇലുമിനേറ്റീവ് സ്റ്റേജ്. ദൈവത്തിൽ ആനന്ദിക്കുന്ന ഒരു വലിയ ഒരു അനുഭവം. എൻ്റെ ദൈവം, God is sufficient for me. I am thrilled with the thought of God. I am thrilled to be in His presence. ഒരു വലിയ ആനന്ദത്തിൻ്റെ സമയമാണ്. പക്ഷേ ഇവിടെയും വീണ്ടും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ദിസ് എ ക്രൈസ്റ്റ് സെൻറ്റേർഡ് ലൈഫ്. പക്ഷേ ഇവിടെ എ ഡിവോട്ട് സോൾ ക്യാൻ ഗോ ത്രൂ ട്രയൽസ് ഹിയർ, ലോട്ട് ഓഫ് പ്രോബ്ലംസ് ഹിയർ. ഒരു സെക്കൻഡ് ലെവൽ ഓഫ് പെർഗേഷൻ ക്യാൻ ബി ഹിയർ. ഇവിടെയും പ്രോബ്ലം ഇതാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വല്ലാതെ അഹങ്കരിക്കാൻ തുടങ്ങും, നമ്മൾ ആനന്ദിക്കാൻ തുടങ്ങും, കൺസലേഷനിൽ ഫോക്കസ് ചെയ്യാൻ തുടങ്ങും. ആൻഡ് അഫ്ലിക്ഷൻസ് വിൽ ഫോളോ, നോട്ട് ടു ഫർഗെറ്റ്. ഇപ്പോഴത്തെ അഫ്ലിക്ഷൻ വരുന്നത് കുറച്ചുകൂടെ ശക്തമായിരിക്കും. ഇത് പല രീതിയിലുള്ള അഫ്ലിക്ഷൻ വരും. വി ക്യാൻ ഹാവ് ഡിപ്രസിങ് തോട്ട്, വി ക്യാൻ ഹാവ് അറ്റാക്ക് ഫ്രം അതർ പീപ്പിൾ, സംടൈംസ് ഓൾസോ അറ്റാക്ക് ഫ്രം ദ ഡെവിൾ. സംടൈംസ് വെൻ ഐ വാണ്ട് ടു ലിവ് എ ഹോളി ലൈഫ്, ഞാൻ കുമ്പസാരിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ച് ഇങ്ങനെ വിശുദ്ധിയിൽ ജീവിക്കുമ്പോഴാണ് ആരെങ്കിലും എന്നെ ചീത്ത പറഞ്ഞുകൊണ്ട് വരുന്നത്. കേട്ടിട്ടുണ്ടോ? അനുഭവം ഉണ്ടോ? ഞാൻ എത്ര നന്നായിട്ട് ജീവിക്കാൻ പറയുന്നു, എല്ലാം ഉപേക്ഷിച്ച് നന്നായിട്ട് വരാൻ തിരിക്കുമ്പോഴാണ് വെറുതെ തലയിൽ മെക്കെട്ട് കയറിക്കൊണ്ട് വരും ചിലർ. അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഇതിലൂടെ ഞാൻ വളരണം. അവിടെ ഞാൻ അതിനെ അതിജീവിച്ചാലേ എനിക്ക് അടുത്ത ലെവലിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഇങ്ങനെ അതിജീവിച്ചിട്ടുള്ള ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ കോൺഗ്രിഗേഷൻ്റെ ഒരു അച്ഛനുണ്ടായിരുന്നു, ഫാദർ ആൻ്റണി മൂക്കന്തോട്ടം. ഈ കഴിഞ്ഞ് 2-3 മാസം മുമ്പ് മരിച്ചുപോയി, 4 മാസം മുമ്പ്. ഈ അച്ഛനെ പ്രകോപിക്കാനായിട്ട് ആർക്കും പറ്റിയില്ല. ഒരിക്കൽ മാത്രമേ അദ്ദേഹം അരിശപ്പെടുന്ന ഞാൻ കണ്ടിട്ടുള്ളൂ. അരിശപ്പെട്ടതല്ല, അതൊരു റൈച്ചസ് ഇൻഡിഗ്നേഷൻ. ഞങ്ങൾ ഫുഡ് വേസ്റ്റ് ചെയ്തപ്പം അതിനെതിരെ സംസാരിച്ച് മാത്രമേ ഉള്ളൂ. അല്ലാതെ ആ മനുഷ്യൻ ഒരിക്കലും ദേഷ്യപ്പെട്ട് ഞാൻ കണ്ടിട്ടില്ല. സോ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത്, ഇപ്പോഴല്ല,
സെമിനാരിക്കാരനായിരുന്ന സമയത്ത്. ഓക്കെ, ദ സെക്കൻഡ് സ്റ്റേജ് ഈസ് എ സ്റ്റേജ് ഓഫ് ഇലുമിനേഷൻ. ഈ സ്റ്റേജ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജാണ് യൂണിറ്റീവ് സ്റ്റേജ് എന്ന് പറയും. യൂണിറ്റീവ് സ്റ്റേജ് ഞാൻ ഇച്ചിരി ഐ മേക്ക് ഇറ്റ് ബ്രീഫ്, ഓക്കെ, ഷോർട്ട്. യൂണിറ്റീവ് സ്റ്റേജിന് ചില ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. യു ലുക്ക് ലൈക്ക് എൻ ഏഞ്ചൽ അറ്റ് ദിസ് ടൈം. നമ്മൾ പ്രകാശപൂരിതരായിട്ട് കഴിഞ്ഞു. അവിടെ നമ്മൾ ദൈവത്തിലാണ് ജീവിക്കുന്നത്. ഞാൻ ജീവിക്കുന്നത്, ഞാൻ ചരിക്കുന്നത്, ഞാൻ ഉറങ്ങുന്നത്, ഞാൻ എണീക്കുന്നതൊക്കെ ദൈവത്തിലാണ്. ദൈവത്തെ ഓർത്തുകൊണ്ടാണ് ഞാൻ ഉറങ്ങുന്നത്. ദൈവത്തെ ഓർത്ത് ഇത് ഓൾമോസ്റ്റ് ഓൾവേസ് ഐ എം ഇൻ ദ പ്രസൻസ് ഓഫ് ഓൾവേസ് ഐ എം ഇൻ ദ പ്രസൻസ് ഓഫ് ഗാഡ്. ഐ വാസ് ഓൾവേസ് അവെയർ ഓഫ് ദിസ് പ്രസൻസ് ഓഫ് ഗാഡ്. ദൈവ സാന്നിധ്യത്തിലുള്ള ജീവിതമാണ്. എപ്പോഴും മനസ്സ് ദൈവത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഈതർ ഓൾവേസ് ഓർ വെരി ഫ്രീക്വൻ്റ്ലി. ഇങ്ങനെ ദൈവത്തിലുള്ളൊരു ജീവിതം, ഇതാണ് തേർഡ് സ്റ്റേജ്. ദിസ് യൂണിറ്റീവ് വേ, സംയോജകമായിട്ടുള്ള ദൈവമായിട്ട് ഒന്നായിട്ടുള്ള ഒരു ജീവിതം. ദൈവം എൻ്റെ ഉള്ളിൽ ഞാൻ ആ അറയിൽ പോയി ദൈവത്തെ കണ്ടുപിടിച്ചിട്ടുള്ള ആ ജീവിതം. സെന്റ് പറയുന്നത് 7 മാൻഷത്തിൽ ഏറ്റവും ഉള്ളിലുള്ള ആ മാൻഷൻ, അതിൻ്റെ ഉള്ളിൽ ആണ് ദൈവം. അവിടെ ചെന്ന് ഞാൻ ദൈവമായിട്ട് ഒന്നാകുന്ന അവസ്ഥ. മൈ കിങ് ഈസ് ഇൻസൈഡ് ആൻഡ് ഐ ബിക്കം വൺ വിത്ത് മൈ കിങ്. അങ്ങനെയുള്ള അനുഭവത്തിലാണ് സെന്റ് തെരേസ വെന്റ് ത്രൂ എക്സ്പീരിയൻസ് കോൾഡ് ട്രാൻസ്വെർബറേഷൻ. അവളുടെ ഹൃദയം ഇങ്ങനെ ഒരു സ്നേഹത്തിൻ്റെ കുന്തത്താൽ മുറിക്കപ്പെടുന്ന അനുഭവമുണ്ട്. സോ ദിസ് ഈസ് ദി എക്സ്പീരിയൻസ്. നമ്മളുടെ ആത്മീയതയുടെ വളർച്ച ഇങ്ങനെയാണ്. പല സ്റ്റേജിലൂടെ നമ്മൾ കടന്നു പോകുന്നു. ഒന്ന് പെർഗറ്റീവ് സ്റ്റേജ് ഓഫ് ദ ബിഗിനേഴ്സ്, നമ്മൾ പാപത്തെ വെടിഞ്ഞ് വരുന്നു. രണ്ടാമത്തെ ഇലുമിനേറ്റീവ് സ്റ്റേജ് ഓഫ് ദ പ്രൊഫഷൻറ്റ്, കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്പിരിച്വൽ ലൈഫ്, വീണ്ടും താഴെ പോകുന്നു. പിന്നെ മൂന്നാമത്തെ സ്റ്റേജ് യൂണിറ്റീവ് സ്റ്റേജ്, വേർ ഐ എക്സ്പീരിയൻസ് ദറ്റ് വൺനെസ് വിത്ത് ഗാഡ്, ദറ്റ് ലിബറേഷൻ. ദെൻ ഐ എം നോട്ട് വറീഡ് അബൌട്ട് ദ തിങ്സ് ഓഫ് ദിസ് വേൾഡ്. ഈ ലോകത്തിലൊന്നും എനിക്ക് പിന്നെ ബോധർ ചെയ്യുന്നില്ല. കാരണം ഐ ഹാവ് ഗോൺ ബിയോണ്ട് ദാറ്റ്. ഐ റീച്ച് എ ഹയർ ലെവൽ. ഞാൻ മറ്റൊരു ലെവലെത്തിക്കഴിഞ്ഞു. പിന്നെ നത്തിങ് അഫക്ട്സ് മീ. എന്നെ ചീത്ത പറഞ്ഞോളൂ, നിങ്ങൾ വഴക്കുണ്ടാക്കിയോ, നിങ്ങൾ ഇൻജസ്റ്റിസ് കാണിച്ചു, ഒരു കുഴപ്പമില്ല. ഐ നോട്ട് ബോധഡ് ഔട്ട്. ഐ നോ ദിസ് ഇസ് പാസിങ്. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ കൂടെയാണ്. ഞാൻ വലിയ ഇതിനൊക്കെ അപ്പുറത്ത് കടന്നുകൊണ്ട് നൺ ഓഫ് ദീസ് തിങ്സ് ഈസ് ഗോയിൻ ടു അഫക്റ്റ് മീ, ബിക്കോസ് ഐ വാണ്ട് മൈ കമ്പാനിയൻഷിപ്പ് വിത്ത് ഗാഡ്. എൻ്റെ ദൈവമായിട്ടുള്ള ബന്ധമാണ് ഏറ്റവും വലുത്. സ്നേഹമുള്ളവരെ, നമുക്കെല്ലാവർക്കും നല്ല ബോധ്യമുള്ളൊരു കാര്യമാണ് നമുക്കൊരു ആത്മാവുണ്ട് എന്ന്. അങ്ങനെ ഒരു ബോധ്യമില്ലാത്തവർ കുറവാണ്. ഒരുമാതിരി പള്ളി പോകാത്തവർ വരെ വിശ്വസിക്കുന്നുണ്ട് ആത്മാവുണ്ട് എന്ന്. ഈ ആത്മാവ് ഇമ്മോർട്ടലാണെന്ന് നമുക്ക് വിശ്വാസമുണ്ട്. നിത്യമായിട്ട് ജീവിക്കുന്ന ഒരു സംഭവമാണ്. ഈ ശരീരം മരിക്കുമെന്ന് നമുക്കറിയാം. ഈ ലോകത്തിലുള്ളതൊക്കെ പോകും നമുക്കറിയാം. പക്ഷേ ഈ ആത്മാവ് എന്നും ജീവിക്കാനുള്ളതാണ് എന്നൊരു ബോധ്യം. സെന്റ് തെരേസ കരയുന്നുണ്ട്. ഹൗ ഹോറിബിൾ ഇറ്റ് ഈസ് ദാറ്റ് ദ പീപ്പിൾ ഡു നോട്ട് റെക്കഗ്നൈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ടേക്കിംഗ് കെയർ ഓഫ് ദെയർ സോൾസ് എന്ന് പറഞ്ഞുകൊണ്ട്. ആത്മാവിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാത്തവരെക്കുറിച്ച് ഓർത്ത് സെന്റ് തെരേസ പല പ്രാവശ്യം കരഞ്ഞിട്ടുണ്ട്. നമ്മളൊക്കെ എത്രമാത്രം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ആത്മാവിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്. വി കെയർ ഫോർ സോ മെനി അതർ തിങ്സ്. നമ്മുടെ കുട്ടികളാണെങ്കിലും നമ്മളവരെ വളർത്തും പല രീതിയിൽ. ബെസ്റ്റ് സ്കൂളിൽ പറഞ്ഞു വിടും, എല്ലാം കൊടുക്കും. അവരുടെ ആത്മാവിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി നമ്മൾ എന്തുമാത്രം ചെയ്യുന്നുണ്ട്. നമ്മുടെ തന്നെ വളർച്ചയ്ക്ക് വേണ്ടി നമ്മൾ എന്തുമാത്രം സമയം ചിലവഴിക്കുന്നുണ്ട്. സോ വി നീഡ് ടു റിയലി തിങ്ക് ഹൗ മച്ച് ഓഫ് ഇമ്പോർട്ടൻസ് ഐ ഗിവ് ടു മൈ സ്പിരിച്വൽ ഗ്രോത്ത്. എൻ്റെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ ആത്മീയത ആഴങ്ങളിലേക്ക് ഇറങ്ങാനായിട്ട് എന്താണ് ചെയ്യേണ്ടത്? സെന്റ് തെരേസയുടെ മാർഗ്ഗം നമ്മൾ എടുക്കുകയാണെങ്കിൽ, ലെറ്റ് us abandon our sinful ways, let us purify ourselves by the grace of God, mercy of God, and let us be filled with that wisdom of God. Let us be illumined by the light of Christ, and let us have that union with God, perfect union. And this perfect union is completed only in heaven with the beatific vision. ഈശോയും ദൈവമായിട്ടുള്ള വലിയ ആ സ്നേഹബന്ധത്തിൽ നമ്മൾ മരണശേഷം ദൈവമായിട്ട് ഒന്നാകുന്ന അനുഭവമാണ് ഏറ്റവും വലിയ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. അതാണ് ഏറ്റവും വലിയ സന്തോഷം, ആനന്ദം. ബട്ട് ദെൻ ഹിയർ ഇറ്റ്സെൽഫ് വി ക്യാൻ ഹാവ് എ ഫോർടേസ്റ്റ് ഓഫ് ദാറ്റ് എക്സ്പീരിയൻസ്. ദൈവം നമ്മളെല്ലാവരും എനിക്കായിട്ട് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, ഈ പ്രഭാതത്തിൽ അങ്ങുമായിട്ടുള്ള ഞങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് ധ്യാനിക്കുവാനായിട്ട് ഈ അവസരം നൽകിയതിനോർത്ത് നന്ദി പറയുന്നു. ഈശോ, ഒരുപാട് ആഗ്രഹത്തോടു കൂടി ഞാൻ തിരുസന്നിധിയിലായിരിക്കുകയാണ് ഈ നിമിഷം. എനിക്ക് കൂടുതൽ എൻ്റെ ആത്മീയതയിൽ വളരണം. അങ്ങുമായിട്ടുള്ള എൻ്റെ ബന്ധത്തിൽ എനിക്ക് ആഴപ്പെടണം. എനിക്ക് ആ 3 സ്റ്റേജസിൽ അവസാനത്തെ സ്റ്റേജായ യൂണിറ്റീവ് ലെവലിൽ എത്താനുള്ള
വലിയ ആഗ്രഹം നൽകി എന്നെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ നിമിഷം. എൻ്റെ പാപത്തെയും പാപസാഹചര്യങ്ങളും ഉപേക്ഷിക്കാനുള്ള കൃപ ദൈവം അങ്ങയുടെ ദാനമാണ്. അതെനിക്ക് നൽകി അനുഗ്രഹിക്കണം. അങ്ങയുടെ ജ്ഞാനത്തിൽ വളരുവാനായിട്ട് സാധിക്കുന്നു അങ്ങയുടെ കൃപയാണ് ദൈവമേ, എനിക്ക് തരണം. അതുപോലെ അങ്ങുമായിട്ടൊന്നായിത്തീരുന്ന ആ വലിയ ആനന്ദത്തിൻ്റെ ആ അനുഭവത്തിലേക്ക് അങ്ങനെ നയിക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങളുടെ ഈ ആത്മീയ യാത്രയിൽ ഞങ്ങളോട് കൂടെ ആയിരിക്കണമേ. അമ്മ ഈ വലിയ ആത്മീയ നിർവൃതി അനുഭവിച്ച ആളാണ്. ദൈവമായിട്ടൊന്നായിരിക്കുന്ന അവസ്ഥ ഏറ്റവും അധികം ഈ ലോകത്തിൽ അനുഭവിച്ച വ്യക്തി അമ്മയാണ്. ദൈവത്തിൻ്റെ മനം അറിഞ്ഞവൾ, ദൈവത്തിൻ്റെ ഹിതമറിഞ്ഞ് ജീവിച്ചവൾ. അതുപോലെ എപ്പോഴും ദൈവഹിതം അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള കൃപയ്ക്കായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സർവ്വമാലാകമാരെ വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. Saint Peter and Paul, pray for us. Glory be to the Father, and to the Son, and to the Holy Spirit, as it was the beginning, is now, and ever shall be, world without end. Amen. May God bless you all. Thank you very much. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ആത്മീയതയുടെ വളർച്ചയിൽ വിവിധ തലങ്ങളെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തന്ന് ആ വളർച്ചയുടെ പൂർണ്ണതയിലെത്തുവാനായിട്ട് നമ്മളെ സഹായിക്കുന്ന തരത്തിൽ നല്ല സന്ദേശം നൽകിയ ടോമച്ചന് നിങ്ങളെല്ലാവരുടെയും പേരിൽ നന്ദി പറയുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.